ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും. അതായത് നമ്മുടെ 8ാം ക്ലാസ്സിലെ ഈ 4ാമത്തെ ചാപ്റ്റർ ആണ് തന്നിരിക്കുന്നത്. നമ്മുടെ എക്കണോമിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ അതിന് മുമ്പുള്ള 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് ഇതെല്ലാം എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, എക്കണോമിക്സ് ആണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലായി. നോക്കിക്കേ, ഇവിടെ ആദ്യമേ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞതെല്ലാം എനിക്ക് വേണം, ഇവ കൂടാതെ വലുതാകുമ്പോൾ എനിക്ക് സ്വന്തമായി വീട്, ഫോണ്, കാറ്, അങ്ങനെ ഒരുപാട്. പക്ഷെ ഈ സാധനങ്ങൾ മാത്രം മതിയോ? ചില സേവനങ്ങളും നമുക്ക് ആവശ്യമില്ലേ? അശ്ന ടീച്ചർ പറഞ്ഞ പ്രൊജക്ടിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്? വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനുണ്ട്, എല്ലാം വാങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ എഴുന്നേൽക്കുന്നവർ ഉറങ്ങുന്നവർ എന്തെല്ലാം ആവശ്യങ്ങളാണ്? പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, ഭക്ഷണം, വസ്ത്രം, ചെരുപ്പ്, മരുന്ന്. നമ്മെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെയും പോലെ വിവിധ സേവനങ്ങളും നമുക്ക് എന്താണ് ആവശ്യമായിട്ടുണ്ട്, സേവനങ്ങളും. അപ്പൊ നമുക്കറിയാം നമ്മുടെ നീഡ്സ്, നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത്, നമ്മുടെ നീഡ്സിനൊപ്പം തന്നെ നമുക്ക് എന്ത് കൂടിയുണ്ട്, നമുക്ക് കുറെ സേവനങ്ങളുടെ ആവശ്യം കൂടിയാണ് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. നോക്കിക്കേ, ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത്? വിവിധ തരം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ശരിയായ ഉപയോഗത്തിലൂടെയാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിങ്ങനെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നു. അതിനെയൊക്കെയാണ് നമ്മുടെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ കുറേ ആവശ്യങ്ങളുണ്ട്. ഭക്ഷണം വേണം, നമുക്ക് വസ്ത്രം വേണം, പാർപ്പിടം വേണം അല്ലെ. ഇതൊക്കെ നമ്മുടെ ബേസിക്, നമുക്കൊരു ജീവിതം നമ്മുടെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ അടിസ്ഥാനമായിട്ട് വേണ്ട ആവശ്യങ്ങളാണ്. എന്നാൽ എന്താണ്, അടിസ്ഥാന ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ മാത്രമായി നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുഖകരവും സന്തോഷകരവുമാക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളെ സന്തോഷദായക ആവശ്യങ്ങൾ എന്ന് പറയുന്നു അല്ലെ. നമുക്ക് സന്തോഷം തരുന്ന ബേസിക് നീഡ്സ് അല്ല. നമുക്കൊരു ആഡംബര കാറ്, ഈ ആഡംബര കാർ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ജീവിക്കാൻ പറ്റും അല്ലെ. നമുക്ക് ഈ പറയുന്ന ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, പാർപ്പിടമുണ്ട്, നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അതില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ജീവിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പറയുന്നത് നമുക്ക് സന്തോഷം തരുന്ന അല്ലെ, നമുക്ക് നമ്മുടെ ഒരു എക്സ്ട്രാ ലക്ഷറീസ് ആണ് അതൊക്കെ. ഉയർന്ന മൂല്യമുള്ള വസ്ത്രങ്ങൾ എന്നിവയുടെ എല്ലാം ഉപയോഗം ഇതിന് ഉദാഹരണമാണ്. എന്തിനുദാഹരണം? സന്തോഷദായക ആവശ്യങ്ങൾക്ക്. അപ്പൊ നമുക്കറിയാം, ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നീഡ്സ് നമുക്ക് 2 ടൈപ്പായിട്ട് നമുക്ക് പറയാം. ആദ്യത്തേത് എന്താണ്? ബേസിക് നീഡ്സ് ആണ് അല്ലെ, അടിസ്ഥാന ആവശ്യങ്ങളാണ്. പിന്നെ പറയുന്നത് എന്താണ്? സന്തോഷദായക ആവശ്യങ്ങളാണ്, നമുക്ക് സന്തോഷം തരാനായിട്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ഭയങ്കര എക്സ്പെൻസീവ് ഫുഡ്, നമ്മളിപ്പോൾ ഒരു വലിയൊരു ഹോട്ടലിൽ പോയിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ഫുഡ് നമ്മൾ കഴിക്കുകയാണ്. അതെന്താ, ചിലപ്പോൾ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. പക്ഷെ അതൊന്നുമില്ല, നമ്മുടെ തട്ടുകടയിൽ പോയി നമുക്ക് 2 ദോശ കഴിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിക്കാൻ പറ്റും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക് നീഡ്സ് ആണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, സന്തോഷദായകമാണ്, നമ്മുടെ ലക്ഷറീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഉണ്ടോ? അപ്പൊ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളും സന്തോഷദായക ആവശ്യങ്ങളുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നോക്കാം ആവശ്യങ്ങളുടെ സവിശേഷതകൾ. നോക്കിക്കേ, മനുഷ്യന്റെ ആവശ്യങ്ങൾ വൈവിധ്യവും എണ്ണമറ്റവുമാണ് അല്ലെ. എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ ഒരു നോർമലി ഒരു വീടില്ലാത്തൊരു ആണെന്ന് വിചാരിക്കുക. അവന്റെ ഏറ്റവും ബേസിക് നീഡ്സ് എന്തായിരിക്കും? ഒരു സ്വന്തമായിട്ടൊരു വീട് വേണം അല്ലെ. അവന് കഴിക്കുമ്പോൾ ഭക്ഷണമില്ലാത്തവനാണെങ്കിൽ, ദരിദ്രമുള്ളവനാണെങ്കിൽ സ്വന്തമായിട്ട് കഴിക്കാനുള്ള ഭക്ഷണം വേണം, വീട് വേണം അല്ലെ. ഒരു സുരക്ഷിതമായ ഒരു ഷെൽട്ടർ, കുറച്ച് വസ്ത്രം വേണം ധരിക്കാൻ. അതൊക്കെ ആയിരിക്കും അവന്റെ ആവശ്യങ്ങൾ. പക്ഷെ ഇതെല്ലാം ഉള്ളവന്റെ ആവശ്യം എന്തായിരിക്കും? ഭയങ്കര വലുതായിരിക്കും. ചിലപ്പോൾ അവന് ഒരു കാറല്ല, നമ്മളിപ്പോ പറയത്തില്ലേ, 10 കിട്ടിയെങ്കിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും. സെയിം കൺസെപ്റ്റ് തന്നെയാണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. എനിക്കിപ്പോ 10 രൂപ കിട്ടിയാൽ ഞാൻ വിചാരിക്കും 100 രൂപ കിട്ടിയിരുന്നെങ്കിൽ നല്ലതാണെന്ന് വിചാരിക്കും. 100 കിട്ടിയാൽ നമ്മൾ വിചാരിക്കും 1000. അപ്പൊ നമുക്ക് എന്താണ്, നമുക്കൊരു ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതിലും കൂടി ബെറ്റർ ആയ ഡ്രസ്സ് കിട്ടിയിരുന്ന നല്ലതായിരിക്കും അല്ലെ. ഒരു നോർമൽ കാറുള്ള മനുഷ്യനാണ് വിചാരിക്കും എനിക്ക് ലക്ഷറീസ് ആയിട്ടുള്ള കാർ വേണമെന്ന് വിചാരിക്കും. അപ്പോൾ മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തരെയും വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കും. ചില ആവശ്യങ്ങൾ ഒറ്റയ്ക്കും മറ്റു ചിലത് കൂട്ടായ പരിശ്രമത്തിലൂടെ നിറവേറ്റാൻ കഴിയുന്നതാണ് അല്ലെ. ചില കാര്യങ്ങൾക്ക് നമുക്ക് ഒറ്റയ്ക്ക് മതി നമ്മുടെ ഏറ്റവും ബേസിക് നീഡ്സ് ഒക്കെ നേടാനായിട്ട്. ചില കാര്യങ്ങൾ അങ്ങനെയല്ല, നമ്മൾ കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമാണ് ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റൂ. ഒരിക്കൽ നിറവേറ്റപ്പെട്ട ആവശ്യം എന്ത് ചെയ്യാം, ആവർത്തിക്കപ്പെടാം. അതായത് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്, നമുക്കിപ്പോൾ ഒരു കാറില്ല, ഓക്കെ,
ബൈക്ക് മാത്രമാണുള്ള ഒരു ഫാമിലി ആണെന്ന് വിചാരിക്കുക. അവർക്ക് എന്ത് വേണം? ഏറ്റവും അവൻ്റെ ഒരു ആവശ്യമായിട്ട് അവൻ പറയുകയാണ് എനിക്കൊരു കാറ് വേണം. അവനൊരു കാറ് മേടിച്ചു. ഒരു 4,00,000 അല്ലെങ്കിൽ ഒരു 5,00,000 രൂപ മുടക്കി അവനൊരു കാറ് മേടിച്ചു. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവൻ്റെ ഇപ്പം ആവശ്യം എന്താണ് അവിടെ നിറവേറി. പക്ഷെ അവൻ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ വിചാരിക്കുവാണ് എനിക്ക് കുറച്ചും കൂടി ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു കാറ് വേണം. ഓക്കെ, അപ്പൊ എന്താണ് ഒരിക്കൽ നിറവേറ്റപ്പെട്ട ആവശ്യം അവിടെ വീണ്ടും എന്ത് ചെയ്യാണ്? ആവർത്തിക്കപ്പെടുകയാണ് അല്ലെ? സമയം, സ്ഥലം, വ്യക്തികൾ എന്നിവയ്ക്കനുസരിച്ച് ആവശ്യങ്ങളും എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും അല്ലെ? ഓരോരുത്തരും ഇപ്പൊ എൻ്റെ ആവശ്യങ്ങൾ ആയിരിക്കില്ല നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? ഓരോ സ്ഥലത്തിനനുസരിച്ചും ആവശ്യങ്ങൾ മാറുന്നുണ്ട്. ഓരോ സമയം ഇപ്പൊ നല്ലൊരു തണുപ്പ് സമയമാണെങ്കിൽ എൻ്റെ ഒരു നീഡ് എന്ന് പറയുന്നത്, ഒരു ബേസിക് നീഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്പിളി പുതപ്പ് വേണമെന്നുള്ളതായിരിക്കും അല്ലെ? നല്ല ചൂട് സമയമാണെങ്കിൽ ഞാൻ വിചാരിക്കണം എനിക്ക് നല്ലൊരു ഫാൻ വേണം, അല്ലെങ്കിൽ ഒരു AC ഉള്ള റൂമിൽ പോയി കുറച്ചു നേരം ഇരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്, നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് നമ്മുടെ എന്ത് മാറുന്നുണ്ട്? നമ്മുടെ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങളും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യന്റെ പുരോഗതിക്കൊപ്പവും എന്തുണ്ട്? ആവശ്യങ്ങൾ മാറുന്നുണ്ട് അല്ലെ? മനുഷ്യൻ പുരോഗതി പ്രാപിക്കുന്നതനുസരിച്ച് അവന്റെ നീഡ്സും എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. പണ്ട് കാലത്ത് അവൻ വിചാരിക്കുന്നത് അവൻ എന്താണ്? കൃഷി ചെയ്യാനായിട്ട് കുറച്ച് ഭൂമി ഉണ്ടായാൽ മതി, അതിന്റെ ചോട്ടിൽ എന്താണ്? ഒരു കുഞ്ഞു വീടുണ്ടാക്കിയാൽ മതി. അതെന്താണ്? അവന്റെ ആ ഒരു ഡെവലപ്മെന്റ് വർദ്ധിക്കുന്നതനുസരിച്ച് അവന്റെ ആവശ്യങ്ങൾക്കും അവിടെ എന്താണ് സംഭവിക്കുന്നത്? മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുരോഗതിയോടൊപ്പം ആവശ്യങ്ങളും വർദ്ധിക്കുന്നു. എന്നാൽ വിഭവങ്ങൾ ആവശ്യങ്ങൾക്ക് ആനുപാതികമായി വർദ്ധിക്കണമെന്നില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. സാധനങ്ങളും സേവനങ്ങളും പണം നൽകിയും അല്ലാതെയും നാം ഉപയോഗിക്കാറുണ്ട്. അതായത് ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അവർ പറയുകയാണ് അവർക്ക് കുറച്ച് ഗോൾഡ് വേണമെന്ന് പറയുകയാണ്. ഓക്കെ, ഗോൾഡ് വേണം. ഈ ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമ്മുടെ ആൾക്കാർക്ക് ഗോൾഡും എന്താണ്? ആവശ്യങ്ങളും കൂടിക്കൂടി. പക്ഷേ ഈ ഗോൾഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് എന്താണ്? ആളുടെ എണ്ണം കൂടി നമുക്ക് നമ്മുടെ എന്താണ് ആവശ്യം കൂടിയെന്ന് പറഞ്ഞാൽ ഗോൾഡ് എന്താ ഇങ്ങനെ കുമിഞ്ഞു കൂടത്തൊന്നുമില്ല. അപ്പൊ അതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ പറയുകയാണ് കൃഷിയിടങ്ങൾ. ഒരു ഏക്കർ കൃഷിയുണ്ട്. ആ ഒരു കൃഷിയിൽ നിന്ന് ഒരു വീട്ടിലേക്കാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നതെന്ന് വെക്കുക. ആ ഒരു വീട്ടുകാരുടെ കൃഷിയിടമാണ്. ആ വീട്ടിൽ ഒരു 5 പേരാണ് ഉണ്ടായിരുന്നത്. അവർക്ക് സുഖമായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം ആ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവിടെ നിന്ന് വിഭവങ്ങളും എന്ത് ചെയ്യുന്നില്ല? അതിനാനുപാതികമായിട്ട് വർദ്ധിക്കണമെന്ന് ഇല്ല. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പോയിന്റ്സ്, അതായത് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിക്കാം. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിരവധിയായതിനാൽ അത് നിറവേറ്റപ്പെടുന്നതിന് ഒരു മുൻഗണനാക്രമം ആവശ്യമുണ്ട്. ഓക്കെ, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിരിക്കും വ്യക്തികൾ മുൻഗണന നൽകുന്നത്. അതായത് ഒരു മനുഷ്യൻ, അയാൾക്ക് എന്താണ്? സ്വന്തമായിട്ടൊരു വീടില്ല. അവൻ എപ്പോഴും എന്താണ്? വാടക വീടുകളിലാണ് താമസിക്കുന്നത്. അത്യാവശ്യം അവൻ പണം സ്വരുക്കൂട്ടി അവൻ ആദ്യം ചെയ്യുന്ന എന്തായിരിക്കും? അവനൊരു വീട് വെക്കുക എന്നുള്ളതായിരിക്കും അല്ലെ? അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് നമ്മളൊരു മുൻഗണന കൊടുക്കുന്നുണ്ട് അല്ലെ? എൻ്റെ ആവശ്യം ഇപ്പൊ ആദ്യം ഒരു വീടാണ്. വീട് കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കും എനിക്കൊരു കാറ് മേടിച്ചാൽ കൊള്ളാമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു ബൈക്ക് മേടിച്ചാൽ കൊള്ളാമെന്ന് വിചാരിക്കും അല്ലെ? അപ്പൊ എന്താണ്? നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ അതിന് എന്ത് കൊടുക്കുന്നത്? പ്രയോറിറ്റി ചെയ്യുന്നത് അല്ലെ? ഇത്തരത്തിൽ മനുഷ്യന്റെ വിവിധതരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യം ധാരാളം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഉൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നാം അടിസ്ഥാനപരമായി ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതെല്ലാം തന്നിട്ട് ABCD ആയിട്ട് വേറെന്തോയും കൂടി തന്നു. കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് എന്തൊക്കെ അറിയണം? നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നം, എക്കണോമിക് പ്രോബ്ലം ആണ് പറയുന്നത്. എന്തുൽപാദിപ്പിക്കണം? എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി, ഇങ്ങനെയാണ്. എന്തുൽപാദിപ്പിക്കണം? ആദ്യം നമുക്കറിയണം നമ്മുടെ ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പൊ നമ്മുടെ കേരളം നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന എന്താണ്? ചോറല്ലേ, അരിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എന്തുൽപാദിപ്പിക്കണം എന്നുള്ളതിന് നമുക്ക് ഉത്തരം കിട്ടി. അരിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അരി ഉൽപാദിപ്പിക്കണം. എങ്ങനെ ഉൽപാദിപ്പിക്കണം? ഹൗ ടു പ്രൊഡ്യൂസ്. അപ്പൊ എന്താണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം. ഇത് മൂന്നുമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് എക്കണോമിക് പ്രോബ്ലം. എന്താണ്? എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി. എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി. ഇത് മൂന്നും പഠിക്കണം. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുവാണെങ്കിൽ ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ അത് ആഡ് ചെയ്തിട്ടിരിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓരോന്നായിട്ടും എന്താണെന്ന് നോക്കാം. എന്തുൽപാദിപ്പിക്കണം അല്ലെ? എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി. അതല്ലേ നമ്മൾ പറഞ്ഞത്? എന്തുൽപാദിപ്പിക്കണം.
വാട്ട് ടു പ്രൊഡ്യൂസ്. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഏതെല്ലാം പച്ചക്കറികൾ ഏതേത് അളവിൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് നാം മുൻഗണനാക്രമം അനുസരിച്ച് തീരുമാനിക്കേണ്ടതുണ്ട്. അതുപോലെ ഓരോ രാജ്യവും ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി എന്തുൽപാദിപ്പിക്കണമെന്ന് മുൻഗണന നിശ്ചയിക്കേണ്ടതുണ്ട്. എന്തുൽപാദിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്നതും പ്രസക്തമാണ്. അല്ലെ, എത്രമാത്രം വേണം, നമ്മൾ എന്താണ് ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കുന്നത് നമുക്ക് ആദ്യം ഫിക്സ് ചെയ്യണം. എന്നിട്ട് വേണം അത് എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കാനായിട്ട്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് നിരവധി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് രാജ്യം തീരുമാനിക്കുകയാണെങ്കിൽ മറ്റു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കേണ്ട വിഭവങ്ങളെ പരിമിതിപ്പെടുത്തേണ്ടി വരും. ഉദാഹരണം പറയുകയാണ്, ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഒരു രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളിൽ കൂടുതൽ വിഹിതം ഭക്ഷ്യോൽപാദനത്തിന് വിനിയോഗിക്കേണ്ടി വരും. അതുപോലെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ എന്തെല്ലാം വ്യവസായങ്ങളാണ് തുടങ്ങേണ്ടത്, എത്ര യൂണിറ്റ് തുടങ്ങണം എന്നതും തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിന്റെ ആവശ്യങ്ങളും രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിലൊരു സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിനാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിപ്പോൾ ഇവിടെ പറയുകയാണ്, ഇപ്പൊ നമുക്കൊരിന്നറിയാം, നമ്മുടെ ഒരു നാട്ടില് ഭക്ഷ്യക്ഷാമം ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ, ഭക്ഷ്യക്ഷാമം നേരിടുന്ന ആ ഒരു നാട്ടില് നമ്മൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്തായിരിക്കും? അവിടെ അവർക്ക് കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കണം. അല്ലാണ്ട് ആ ഭക്ഷ്യക്ഷാമം നേരിടുന്ന നാട്ടിൽ കുറേ വ്യവസായങ്ങൾ അങ്ങ് തുടങ്ങുവാണ്, വല്ല പ്രയോജനം ഉണ്ടാകോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താണോ ആ നാടിന് വേണ്ടത് അതറിഞ്ഞു വേണം. അതിനെയാണ് നമ്മൾ എന്തുൽപാദിപ്പിക്കണം എന്ന് പറയുന്നത്. എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി. ഓക്കെ, എന്തെല്ലാം സാധനങ്ങളും സേവനങ്ങളുമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നത് തീരുമാനിക്കപ്പെട്ടാൽ അത് ഏത് രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു എന്തുൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞു, അതിൽ തന്നെ നമ്മൾ പറയുന്നു എത്രമാത്രം അത് വേണം. പിന്നെയാണ് നെക്സ്റ്റ് ആണ് വരേണ്ടത്, എന്തുൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിച്ചാലാണല്ലോ അത് എങ്ങനെ, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നൊരു ചോദ്യത്തിന് ചോദ്യം വരികയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഹൗ ടു പ്രൊഡ്യൂസ് നോക്കാം നമുക്ക്. ഉണ്ടോ, നൽകിയിട്ടുള്ള ചിത്രങ്ങൾ നോക്കിക്കേ. ഇവിടെ രണ്ട് സാധനങ്ങളുണ്ട് അല്ലെ. ഇവിടെ ഉൽപാദന ഘടകം, ഏത് ഉൽപാദന ഘടകമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ലേബേഴ്സ് ആണ് അല്ലെ, കുറെ ആൾക്കാരെയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മെഷീനുകളാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ, ആൾക്കാർ നിന്ന് കൊയ്യുവാണ് അല്ലെ. ഇവിടെ നോക്കിക്കേ, അതിനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ എന്താണ് ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. ഒരു മെഷീൻസ് ആവുമ്പോ ഇപ്പൊ ഒരാള് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുവാണ്, അയാൾ ഇന്ന് മാക്സിമം നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കി ഒരു ദിവസം ചിലപ്പോൾ അയാൾക്ക് ഒരു 100 ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അത് ഉണ്ടാക്കണം, കുഴക്കണം, പരത്തണം. പക്ഷെ ഇതൊരു മെഷീൻ ആണെങ്കിലോ ചിലപ്പോൾ ആ പറയുന്ന 1 മണിക്കൂറിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈ പറയുന്ന 100 എന്ന് പറയുന്നത്. ഇപ്പൊ ഇതേപോലെ തന്നെ ഈ കൊയ്യുന്നത് എത്ര പേര് നിന്നാലായിരിക്കും, എത്ര ആൾക്കാരുടെ കഷ്ടപ്പാടായിരിക്കും അത്രയും വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കൊയ്യുക എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ വലിയൊരു മെഷീൻ ഉണ്ടെങ്കിലും ടപ്പേന്നും പറഞ്ഞ എന്ത് ചെയ്യും, കാര്യങ്ങൾ നടക്കും അല്ലെ. അപ്പൊ നോക്കിക്കേ, ചിത്രങ്ങളിൽ നിന്നും ഒരേ ഉൽപ്പന്നം ഒരേ സാധനം തന്നെയാണ് വ്യത്യസ്ത അനുപാതത്തിൽ തൊഴിൽ, അധ്വാനശേഷി, മൂലധനം എന്നിവ ഉപയോഗപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഓക്കെ, അതായത് കൂടുതൽ തൊഴിൽ ശക്തി, നമ്മൾ ആദ്യത്തെ പിക്ചറിൽ പറഞ്ഞു, തൊഴില് കുറഞ്ഞ മൂലധനം ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയെ പറയുന്ന പേരാണ് ലേബർ ഇന്റൻസീവ് ടെക്നിക് അഥവാ തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് വിളിക്കുന്നത്. അവിടെ നമ്മൾ എന്താണ്, തൊഴിലിനാണ്. അവിടെ മൂലധനം കുറവാണ്, കാര്യം അത്രയും വലിയ എക്യുപ്മെന്റ്സ് മേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ തൊഴിലാളികളുടെ കാശ് കൊടുത്താൽ മതി. തൊഴിൽ ശക്തി, തൊഴിലാളികളുടെ പവറാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. മൂലധനം അവിടെ എന്താണ്, കുറവുമാണ്. കുറഞ്ഞ മൂലധനവും തൊഴിലിനെയാണ് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, കൂടുതൽ മൂലധനം കൂടുതലാണ്. മെഷീനറീസ് മേടിക്കണം, എക്യുപ്മെന്റ്സ് മേടിക്കണം. അവിടെ എന്താണ്, മൂലധനം കൂടുതലാണ്. കുറച്ച് തൊഴിൽ ശക്തി, ഒരാളാണ് അവിടെ ചെയ്യുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീൻ ആണെങ്കിൽ അതിന്റെ സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ, ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാൻ ഒരാളോ 1-2 പേര് മതി അവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്നത് എന്താണ്, മൂലധന തീവ്ര സാങ്കേതിക രീതി അഥവാ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് എന്ന് പറയും. അപ്പൊ 2 തരത്തിലാണ് പറയുന്നത്. ഒന്ന് എന്താണ്, ലേബർ ഇന്റൻസീവ് ടെക്നിക്ക്. രണ്ടാമത്തത് എന്താണ്, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്ക്. ലേബറിൽ നമ്മൾ തൊഴിലാളികൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്ക് അഥവാ മൂലധന തീവ്ര സാങ്കേതിക രീതിയിൽ എന്താണ്, ക്യാപിറ്റൽ അവിടെ ആ എമൗണ്ടിനാണ് മൂലധനത്തിനാണ്. ചിലപ്പോൾ എക്യുപ്മെന്റ്സ് ആകാം, എന്തും ആകാം മൂലധനം എന്ന് പറയുന്നത്.
എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് സാങ്കേതിക രീതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഏത് സാങ്കേതിക രീതിയാണ് സ്വീകരിക്കേണ്ടതെന്ന് ആ പ്രദേശത്ത് ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനിക്കേണ്ടത്. വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉൽപ്പാദനത്തിന്റെ രീതിയിൽ എന്ത് ചെയ്യും, വ്യത്യാസം ഉണ്ടാകും അല്ലെ. വലിയൊരു സിറ്റിയൊക്കെ ആണെങ്കിൽ നമുക്ക് എക്യുപ്മെന്റ്സ് ഒക്കെ എത്തിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അവിടെ ചിലപ്പോൾ അവിടുത്തെ ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടി വരും. അതനുസരിച്ച് അവിടുത്തെ എന്താണ് ആ ഉൽപാദന രീതിയൊക്കെ മാറിക്കൊണ്ടിരിക്കും അല്ലെ. തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകളാണ് പറയുന്നത്. ഇത് നിങ്ങൾ പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ചിലപ്പോൾ ഇത് ഇങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തൊഴിൽ തീവ്രമാകുമ്പോൾ എന്താണ്, തൊഴിലാളികളെ കൂടുതൽ വേണം, മൂലധനം കുറവാണ്. അത് രണ്ടും നമ്മൾ പറഞ്ഞാണല്ലോ. കൂടുതൽ സമയം ആവശ്യമാണ് അല്ലെ. ഒരു ചപ്പാത്തി നമ്മൾ 100 ചപ്പാത്തി നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കും, മറ്റേതാണെങ്കിൽ എങ്ങനെ ഒരു മണിക്കൂറിൽ ഉണ്ടാക്കും. അപ്പൊ എന്താണ്, കൂടുതൽ സമയം ആവശ്യമാണ്. തൊഴിൽ തീവ്രം. പരിസ്ഥിതി സൗഹാർദ്ദ ഉൽപ്പാദന രീതിയാണ് അല്ലെ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇലക്ട്രിസിറ്റി വേണ്ട അല്ലെ. മനുഷ്യന്മാർ നിന്ന് അങ്ങ് കൊയ്യുവാണ്. അപ്പൊ അവിടെ എന്ത് ഇലക്ട്രിസിറ്റി വേണ്ട, അല്ലെങ്കിൽ എന്താണ് ആ മെഷീൻ ഉപയോഗിക്കുന്നതിന്റെ ഡീസലോ കാര്യങ്ങളോ ഒന്നും വേണ്ട. സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗമാണ്. ഇതാണ് തൊഴിൽ തീവ്രം. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ മൂലധന തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അറിയണം എന്താണ് തൊഴിൽ തീവ്രമെന്നും എന്താണ് മൂലധന തീവ്രമെന്നും നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അടുത്തത് പറയുന്നത് മൂലധന തീവ്ര സാങ്കേതിക രീതിയാണ്. തൊഴിലാളികളുടെ ആവശ്യകതയിലെ കുറവ്, കൂടുതൽ മൂലധന നിക്ഷേപം, ഉൽപാദനക്ഷമത, സാങ്കേതിക വിദ്യയെ കൂടുതലായി ആശ്രയിക്കുന്നു, ഉൽപാദനത്തിന് കുറഞ്ഞ സമയം അല്ലെ. ഇവിടെ നമുക്കറിയാം നമ്മളവിടെ തൊഴിലാളികളുടെ എണ്ണം കുറച്ചു മതി, മൂലധനമാണ് അവിടെ കൂടുതൽ. ഉൽപാദനക്ഷമത ഉറപ്പുവരുത്താം, സാങ്കേതിക വിദ്യയാണ് നമ്മളവിടെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഉൽപാദനത്തിന് കുറഞ്ഞ സമയം മതി. ഇത് വെച്ചിട്ടാണ് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്, എങ്ങനെ, നെക്സ്റ്റ് എന്താണ്, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയായിരിക്കണം ഉൽപാദനം നടത്തേണ്ടത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്നതാണ് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലഭ്യമായ വിഭവങ്ങളെ സമൂഹത്തിലെ എല്ലാവർക്കും പ്രയോജനകരമാം വിധം വിനിയോഗിക്കുന്ന തരത്തിൽ വേണം ഉൽപാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന ഘടകങ്ങളായ, എന്താണ് ഉൽപാദന ഘടകങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആണ് പറയേണ്ടത്. ഭൂമിയുണ്ട്, തൊഴിലുണ്ട്, മൂലധനമുണ്ട്, സംഘാടനമുണ്ട്. ഇവയെല്ലാം ഒരുമിക്കുമ്പോഴാണ് ഒരു ഉൽപാദനം സക്സസ് ആയിട്ട് നടക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ ഫിഗർ നോക്കിക്കേ. നമുക്കറിയാം ഭൂമിക്ക് നമുക്ക് ലഭിക്കുന്ന എന്താണ്, പാട്ടം അല്ലെ. തൊഴിലിന് നമ്മൾ കൊടുക്കുന്ന ഇതെന്താണ്, വേതനമാണ്. മൂലധനത്തിന് പലിശയാണ്. സംഘാടനത്തിന് നമുക്ക് ലഭിക്കുന്നതാണ് ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, അത് എല്ലാം പഠിക്കേണ്ടതാണ്. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ഈ പറയുന്ന ഭൂമിക്ക് ലഭിക്കുന്നത്, ഭൂമി എന്താണ്, പാട്ടമാണ്. തൊഴിൽ എന്താണ്, വേതനമാണ്. അതേപോലെ മൂലധനം പലിശയും, സംഘാടനത്തിന് ലഭിക്കുന്ന എന്താണ്, ലാഭമാണ്. ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ മൂല്യം ഉൽപാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ച് വിതരണം ചെയ്യപ്പെടണം. നോക്കിക്കേ, ഭൂമിക്ക് എന്താണ്, പാട്ടമായും, തൊഴിലിന് വേതനമായും, മൂലധനത്തിന് പലിശയായും, സംഘാടനത്തിന് ലാഭമായും നമ്മൾ ഈ ഉൽപ്പന്ന മൂല്യം എന്ത് ചെയ്യുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്. അതായത് ഉൽപ്പന്നത്തിൽ നിന്നുള്ള വരുമാനം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നതും എന്താണ്, പ്രാധാന്യമാണ് അല്ലെ. നമ്മുടെ തൊഴിലാളികൾ നമ്മുടെ തോട്ടത്തിൽ നമ്മൾ തൊഴിൽ ചെയ്തു, അവർക്ക് എന്ത് ചെയ്യണം, നമ്മൾ വേതനം കൊടുത്തേ പറ്റുള്ളൂ. ഇനി നമുക്കിത് എവിടെയാണ് വേണ്ടത്, ലോകത്താകമാനം നിലനിൽക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകളിലൂടെയാണ്. ഒരു രാജ്യം വിവിധ സാധന സേവനങ്ങളുടെ ഉൽപാദനം, വിതരണം, ഉപഭോഗം അല്ലെ, ഉൽപ്പാദിപ്പിക്കണം, അത് വിതരണം ചെയ്യണം, അത് ഉപയോഗിക്കണം എന്നിവ ക്രമീകരിക്കുന്ന രീതിയാണ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ലഭ്യമായ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഓരോ സമ്പദ് വ്യവസ്ഥയുടെയും ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ സമ്പദ് വ്യവസ്ഥയുടെ ധർമ്മം എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. എന്തൊക്കെയാണ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്? എന്താണ്? ഉൽപാദനം, വിതരണം, ഉപയോഗം. അപ്പൊ അത് മനുഷ്യനിർമ്മിതമാണ്, അത് മാറ്റങ്ങൾക്ക് വിധേയമാണ് അല്ലെ. സമ്പദ് വ്യവസ്ഥ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം എന്തൊക്കെ സമ്പദ് വ്യവസ്ഥകളാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ആണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഓരോന്നും എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കണം. മുതലാളിത്തം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ആർക്കായിരിക്കും? സ്വകാര്യ വ്യക്തികളിലായിരിക്കും അല്ലെ, മുതലാളിമാർക്കായിരിക്കും അല്ലെ. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയും, മുതലാളിമാർക്കാണ് അതിന്റെ എല്ലാ ഉടമസ്ഥാവകാശം. അതിന്റെ പ്രത്യേകത എന്താണ്?
എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട്. പരമാവധി ലാഭമാണ് ലക്ഷ്യം. ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതമാണ്. ഞാനിപ്പോ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പരമാവധി ലാഭം നേടുക എന്നുള്ളതാണ്. അല്ലാണ്ട് അവർക്ക് സേവനം ചെയ്യുക എന്നുള്ളതല്ല അല്ലേ? അപ്പൊ അതേപോലെ തന്നെയാണ് പറയുന്നത്, സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കും. ഇതൊക്കെയാണ് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിൽ വരുന്നത്. ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതായത് ഞാൻ എന്ത് ഉപയോഗിക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാം അല്ലെ? ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മാർക്കറ്റില് ഇപ്പൊ സോപ്പ് തന്നെ പല ടൈപ്പ് സോപ്പ് ഉണ്ട്. ഒരാൾക്ക് പറയാൻ പറ്റുമോ, നീ ഇപ്പൊ സർക്കാരിനൊന്ന് പറയാൻ പറ്റുമോ നാളെ മുതൽ നീ ഇന്ന് സോപ്പിട്ട് കുളിച്ചാൽ മതി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ഉപഭോക്താവായ നമ്മുടെ അവകാശമാണ് എന്ത് ഉപയോഗിക്കണം എന്നുള്ളത്. വ്യവസായ സ്ഥാപനങ്ങൾക്ക് തമ്മിലുള്ള മത്സരം നിലനിൽക്കും. ഇങ്ങനെയുള്ള മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും. ഈ പ്രൈവറ്റ് ബസ്സുകാർ തമ്മിൽ എന്തായിരിക്കും? അവർക്ക് മാക്സിമം എന്താണ്? ആളെ കയറ്റണം, ലാഭം ഉണ്ടാക്കണം അല്ലെ? അപ്പൊ അവർ പറയാണ്, ഇവർ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരു സമയം തെറ്റി. പക്ഷെ KSRTCക്കാർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. KSRTCക്കാരെ കാര്യം അവർക്കറിയാം, അത് ആർക്ക് കിട്ടിയാലും അത് ആർക്ക് പോകുന്നതാണ്? സർക്കാരിലേക്ക് പോകുന്നതാണ്. എന്റെ വണ്ടിക്ക് കയറിയാലും നിന്റെ വണ്ടിക്ക് കയറിയാലും എല്ലാം അത് ആർക്ക് പോകും? സർക്കാരിലേക്ക് പോകുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് തന്നെയാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലും സാമ്പത്തിക വികസനത്തിൽ ഗവൺമെന്റിന്റെ സജീവ പങ്കാളിത്തം എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ അഥവാ സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. എല്ലാ ഉൽപാദന ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ആർക്കായിരിക്കും? ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കും. അതാണ്, അതായത് മറ്റേടത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? എല്ലാം സ്വകാര്യ വ്യക്തികൾക്കായിരിക്കും. ഇവിടെ എന്താണ്? എല്ലാം ആർക്കായിരിക്കും? ഗവൺമെന്റിലായിരിക്കും. ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതി ആയിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നത്? തീരുമാനമെടുക്കുന്നത്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ഗവൺമെന്റിലാണ്. അവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമൂഹിക ക്ഷേമമാണ്. അല്ലാണ്ട് ലാഭം മാത്രമല്ല നോക്കുന്നത്. അവിടെ എന്താണ്? സാമൂഹിക ക്ഷേമമാണ്. വിപണിയുടെ മേൽ ഗവൺമെന്റ് നിയന്ത്രണം ഉണ്ടാകും. ഓക്കെ, ഇപ്പൊ ഒരു സാധനത്തിന്റെ വില പോലും നമുക്ക് എന്താണ് കൂടുതൽ ഇടാൻ അങ്ങനെയൊന്നും പറ്റില്ല. അവിടെയൊക്കെ എന്താണ്? നെക്സ്റ്റ് എന്താണ് പറയുന്നത്? വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു. വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറയ്ക്കുന്നു. കൂടുതലും എന്താണ്? ശരിക്കും സോഷ്യലിസ്റ്റ് വരുമ്പോഴേക്കും ആ ഒരു നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെയൊക്കെ എന്താണ്? സാമൂഹ്യ ക്ഷേമമൊക്കെ ലക്ഷ്യം വെച്ചിട്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തവും ഇന്ന് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയിൽ കണ്ടുവരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് മിശ്ര സമ്പത്ത് വ്യവസ്ഥ, മിക്സഡ് എക്കണോമിയാണ്. എന്താണ്? മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകൾ ഒരുമിച്ച് കാണാൻ കഴിയുന്നതാണ് മിശ്ര സമ്പത്ത് വ്യവസ്ഥ. രണ്ടും മിക്സഡ് ആയിരിക്കും. അതായത് അവിടെ എന്തുണ്ടാകും? സ്വകാര്യ മേഖലയും ഉണ്ടാകും, സഹവർത്തിത്വവും ഉണ്ടാകും, അവിടെ ലാഭേച്ഛയും ഉണ്ടാകും, സാമൂഹ്യ ക്ഷേമവും ഉണ്ടാകും, സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാകും. പിന്നെ എന്താണ്? ഗവൺമെന്റ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണങ്ങൾ ഉണ്ടാകും. ചില മേഖലകൾ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെന്റ് നിയന്ത്രിക്കും. അവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് പ്രാധാന്യം നൽകും. അങ്ങനെയാണ് മിശ്ര സമ്പത്ത് വ്യവസ്ഥ വരുന്നത്. മിശ്ര സമ്പത്ത് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിപണികളിലൂടെയും കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിലൂടെയുമാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ മിശ്ര സമ്പത്ത് വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിൽ എന്താണുള്ളത്? മിശ്ര സമ്പത്ത് വ്യവസ്ഥ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ആഗോള സമ്പത്ത് വ്യവസ്ഥ ഇന്ന് വിജ്ഞാനാധിഷ്ഠിത സമ്പത്ത് വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തറിയണം? എന്താണ് നോളജ് എക്കണോമി എന്നറിയണം. എന്താണ് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ എന്നറിയണം. അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിന്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ. ഈ സമ്പത്ത് വ്യവസ്ഥയിൽ അറിവ് ഒരു പ്രധാന വിഭവമായി കണക്കാക്കപ്പെടുന്നു. അതിന്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് നിർണായകമാണ് അല്ലെ? അറിവ് നമുക്കറിയാം, നമുക്ക് അത്യാവശ്യം എന്തിനാണ് നമ്മൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഓരോ പോസ്റ്റിലേക്കൊക്കെ തിരഞ്ഞെടുക്കുന്നത്? നമുക്ക് അവരുടെ നോളജ്, അവരുടെ അറിവാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് വേണ്ടത് അല്ലെ? അപ്പൊ അതേപോലെ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ എന്താണ് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ചേക്കേറി പോകുന്നത്. അതായത് അവർക്ക് ഉണ്ടാകുന്ന ഒരു അറിവ്, അവരുടെ ആ ഒരു നോളജിന് പല രാജ്യങ്ങളിലും എന്താണ് വമ്പൻ ഡിമാൻഡ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ, അവരുടെ നോളജ് ഫാക്ടറി എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ഇവയെല്ലാം ചർച്ചയ്ക്ക് വിധേയമാകുന്ന പഠനശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബജറ്റ്, ബാങ്കിങ്, കമ്പോളം, സാധന സേവനങ്ങൾ മുതലായവയും എന്തിൽ വരുന്നുണ്ട്? ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്നുണ്ട്.
ആദ്യകാലത്ത് സമ്പത്തിന്റെ ശാസ്ത്രം എന്നാണ് എന്തറിയപ്പെട്ടിരുന്നത്? സാമ്പത്തിക ശാസ്ത്രം എന്നറിയപ്പെട്ടിരുന്നത് അല്ലെ. ഇതിന്റെ പ്രധാന വക്താവായിരുന്നു. കുറച്ച് ആൾക്കാരുടെ പേരുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം, പല പരീക്ഷകൾക്കും കയറി ചോദിച്ചിട്ടുള്ളതാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആദം സ്മിത്ത് ആണ്. ആര്? ആദം സ്മിത്ത്, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. നെക്സ്റ്റ് പറയുന്നത്, നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? സാമ്പത്തിക ശാസ്ത്രം അല്ല. അപ്പൊ ഓക്കെ, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് പഠിച്ചു വെച്ചു. ആരാണ്? ആദം സ്മിത്ത് ആണ്. ആൽഫ്രഡ് മാർഷൽ അടുത്ത വ്യക്തിയാണ്. ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തി. ഓക്കെ, ആൽഫ്രഡ് മാർഷൽ എന്താണ് പറയുന്നത്? ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് എന്ത്? ലയണൽ റോബിൻസ്. ഇവരുടെയൊക്കെ ഈ ഇത് ചോദിക്കാറുണ്ട്. മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും പഠിച്ചു വെച്ചു. ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും ആരാണ്? ലയണൽ റോബിൻസ്. ക്ഷേമത്തെ പറ്റി പ്രതിപാദിക്കുന്നത് ആൽഫ്രഡ് മാർഷൽ. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആദം സ്മിത്ത് ആണ്. ഓക്കെ, ആദം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസ്. കണ്ടോ? ആദം സ്മിത്ത് നല്ല രസമല്ലേ മുടി കാണാനായിട്ട്. നോക്കിക്കേ, ആൽഫ്രഡ് മാർഷൽ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ലയണൽ റോബിൻസ് ഉണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വികാസത്തിന് പ്രചോദനമായ ചില ആശയങ്ങൾ പരിചയപ്പെടാം. ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആര്? ഡേവിഡ് റിക്കാർഡോ. പഠിച്ചു വെക്കണേ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാമെന്ന സിദ്ധാന്തം കൊണ്ടുവന്നു. ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് പാട്ട സിദ്ധാന്തം, തിയറി ഓഫ് റെന്റ്. ആരുടേതാണ്? ഡേവിഡ് റിക്കാർഡോ. ആരാണ്? ഡേവിഡ് റിക്കാർഡോ. ഡേവിഡ് റിക്കാർഡോ എന്താണ് പറഞ്ഞത്? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലും ക്ഷേമം കൊണ്ടുവരാന്ന് പറഞ്ഞത് ആരാണ്? ഡേവിഡ് റിക്കാർഡോ. ലയണൽ റോബിൻസ് എന്താണ് പറഞ്ഞത്? മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളെ പറ്റി പറഞ്ഞു. ആൽഫ്രഡ് മാർഷൽ എന്ത് പറഞ്ഞു? ക്ഷേമത്തെ പറ്റി പ്രതിപാദിച്ചു. ആദം സ്മിത്ത് എന്ത് പറഞ്ഞു? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആദം സ്മിത്ത്. പാട്ട സിദ്ധാന്തം, തിയറി ഓഫ് റെന്റ്, അത് ആരുടേതാണ്? ഡേവിഡ് റിക്കാർഡോയുടേതാണ്. നെക്സ്റ്റ് പറയുന്നത് കാൾ മാർക്സ്. കാൾ മാർക്സിനെ കണ്ടല്ലോ അല്ലെ? എല്ലാവരുടെയും പിക്ചറൊക്കെ ഒന്ന് കണ്ടുവെച്ചു. നമുക്ക് ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അപ്പൊ ആരാണ്? ജർമ്മൻ ആണ്. കാൾ മാർക്സ് ആണ്. മിച്ചമൂല്യ സിദ്ധാന്തം. ഓക്കെ, അപ്പൊ മിച്ചമൂല്യ സിദ്ധാന്തം ആരുടേതാണ്? നമ്മുടെ കാൾ മാർക്സിന്റേതാണ് മിച്ചമൂല്യ സിദ്ധാന്തം, തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. ഓക്കെ, മാർക്സിന്റെ അഭിപ്രായത്തിൽ ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. എന്നാൽ ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകി അധിക ഭാഗവും മുതലാളികൾ കൈക്കലാക്കുന്നു. അതിനെയാണ് മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറയണ ഒരു 1,00,000 രൂപ അതിന്റെ ലാഭം കിട്ടിക്കഴിഞ്ഞ് ഒരു തുച്ഛമായ എമൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഒരു 1000 രൂപയാണ് അവർക്ക് തൊഴിലാളികൾക്ക് എല്ലാവർക്കും കൂടി കൊടുക്കുന്നതെന്ന് വെക്കുക. അതായത് അവർക്ക് കൊടുക്കുന്നത് മാർക്സിന്റെ അഭിപ്രായത്തിൽ എന്തായിരുന്നു? ഉൽപാദനത്തിന്റെ അടിസ്ഥാനം. അതായത് ഉൽപാദനം നടക്കണമെങ്കിൽ ആര് വേണം? ഈ പറയുന്ന തൊഴിലാളികളുടെ അധ്വാനം വേണം. പക്ഷേ അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. ബാക്കി മുഴുവൻ ആരെടുക്കും? മുതലാളി എടുക്കും. ഇതിനെയാണ് മിച്ചമൂല്യ സിദ്ധാന്തം, തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച ആളാണ് JM കെയ്ൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന സിദ്ധാന്തം. ഓക്കെ, ഗവൺമെന്റ് ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതായത് എന്താണ് പറയുന്നത്? ഗവൺമെന്റ് ഇടപെടണം എന്ന് പറയുന്നത് ആരാണ്? ആര്? ജെയിംസ് കെയ്ൻസ് ആണ്. JM കെയ്ൻസ്, ജെയിംസ് അല്ലട്ട, JM കെയ്ൻസ് ആണ്. എല്ലാവരുടെ പേരും പഠിക്കണേ. പാട്ട സിദ്ധാന്തം ആരുടേതാണ്? ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് കയറി വരാം. പാട്ട സിദ്ധാന്തം, മിച്ചമൂല്യ സിദ്ധാന്തം, ഗവൺമെന്റിന്റെ ഇടപെടല്, JM കെയ്ൻസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ചെക്ക് റിപ്പബ്ലിക് വംശജനായ JA ഷുംപീറ്റർ ആവിഷ്കരിച്ച ആരാണ്? JA ഷുംപീറ്റർ. സൃഷ്ടിപരമായ നശീകരണം, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു. എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നുവെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. സൃഷ്ടിപരമായ നശീകരണം, അതായത് ക്രിയേറ്റീവായിട്ട് പുതിയൊരു കാര്യം ഉണ്ടാക്കുമ്പോൾ പഴയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നശിക്കുന്നുണ്ട്. അപ്പൊ പഠിച്ചു വെക്കുക. സൃഷ്ടിപരമായ നശീകരണം, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ആരുടേതാണ്? JA ഷുംപീറ്റർ ആണ്. ഓക്കെ, അപ്പൊ കുറച്ചു പേരുടെ പേരും ആൾക്കാരെയൊക്കെ മനസ്സിലായല്ലോ എന്തൊക്കെയാണെന്ന്.
സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വികാസത്തിൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞര് മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത പ്രാചീന ഇന്ത്യയിലെ ചാണക്യനും ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവുമാണ് ആര്? ദാദാഭായ് നവറോജി. ഓക്കെ, ദാദാഭായ് നവറോജി, ദ ഡ്രെയിൻ തിയറി അല്ലെ, എന്താണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളായ ഏതൊക്കെയാണ്? ഹിന്ദ് സ്വരാജും ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നിവയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ പഠിച്ചു വെച്ചു. ഹിന്ദ് സ്വരാജ് ഗാന്ധിജിയുടെയാണെന്ന് എല്ലാവർക്കും അറിയാം. മറ്റേതെന്താണ്? ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. അതും ആരുടേതാണ്? ഗാന്ധിജിയുടേതാണ്. ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകളാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. പ്രാദേശികമായ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. ഓക്കെ, പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ എന്ത് ചെയ്യണം? നമ്മൾ വിപുലപ്പെടുത്തണം. സാമൂഹിക നീതി ഉറപ്പാക്കാനായി സാമ്പത്തിക സമത്വം ലഘൂകരിക്കണം. ഇതൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ സമ്പദ്ചിന്തകൾ. അപ്പൊ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ ഗാന്ധിജിയുടെ സമ്പദ്ചിന്തകളുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിക്കാം, പഠിച്ചു വെച്ചു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? അമർത്യ സെൻ. ഓക്കെ, ആരാണ്? അമർത്യ സെൻ. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ അദ്ദേഹത്തിന്റെ മികച്ച സംഭാവനകൾക്കാണ് ഏത് വർഷം 1998 അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്? നൊബൽ പ്രൈസ് ലഭിക്കുന്നത്. അമർത്യ സെന്നിന്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണ്? സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യം, സംരക്ഷണം, സാമൂഹ്യ നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം. ഓക്കെ, ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് എന്താണ്? അനിവാര്യമാണ്. സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ പറഞ്ഞ ആളാണ് ആര്? നമ്മുടെ അമർത്യ സെൻ എന്ന് പറയുന്നത്. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലെ പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അഭിജിത് വി ബാനർജി. അങ്ങനെയാണ് അല്ലെ, അഭിജിത് വിനായക് ബാനർജി. എസ്റ്റർ ഡുഫ്ലോ, മൈക്കൽ ക്രെമർ എന്നിവർക്കൊപ്പമാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? പുരസ്കാരം പങ്കിട്ടത്. ഓക്കെയാണല്ലോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ദാദാഭായ് നവറോജി എന്ത് പറഞ്ഞു? ദാദാഭായ് നവറോജിയാണ് ഡ്രെയിൻ തിയറി പറയുന്നത് അല്ലെ, ഡ്രെയിൻ തിയറി. സ്വയം പര്യാപ്തതയും വികേന്ദ്രീകരണവും അതാര് പറഞ്ഞതാണ്? ഗാന്ധിജി പറഞ്ഞു അല്ലെ. അമർത്യ സെൻ എന്തിനാണ് പറഞ്ഞത്? എന്തിനായിരുന്നു അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്? ക്ഷേമ സാമ്പത്തിക പ്രവർത്തനത്തിന്. ഓക്കെ, ക്ഷേമ സാമ്പത്തികം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ പറ്റി പറഞ്ഞത് ആരാണ്? ഈ പറയുന്ന അഭിജിത് വി ബാനർജിയാണ്. ചാണക്യൻ എന്താണ്? കാര്യക്ഷമമായ നികുതി സമ്പ്രദായമാണ് ചാണക്യൻ മുന്നോട്ട് വെച്ചത്. ഓക്കെ, ലോകരാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ തിരിച്ചറിയുക വഴി വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യമാകുന്നു. ലോകത്തെ പ്രധാന സമ്പദ് വ്യവസ്ഥകൾ തിരിച്ചറിയുകയും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയെന്ന് പരിഹരിക്കപ്പെടുന്നുവെന്നും നാം ചർച്ച ചെയ്ത് നിലവിലുള്ള വിഭവങ്ങളെ വിവേകപൂർവമായും കാര്യക്ഷമമായും വിനിയോഗിച്ച് ഭാവി തലമുറയുടെ ക്ഷേമം കൂടി ഉറപ്പുവരുത്തുക എന്നാണ് നമ്മുടെ കടമ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. കുറച്ചധികം ടോപ്പിക്കുകൾ ഉണ്ട് പഠിക്കാനായിട്ട്, കുറച്ചധികം പേരുകൾ ഉണ്ട് പഠിക്കാനായിട്ട് അല്ലെ. ആരൊക്കെയായിരുന്നു? ഡേവിഡ് റിക്കാർഡോ, എന്തായിരുന്നു? പാഠസിദ്ധാന്തം, കാൾ മാർക്സ്, മിച്ചമൂല്യം, JM കെയ്ൻസ്, ഷുംപീറ്റർ, പിന്നെ ആരൊക്കെയായിരുന്നു? ആൽഫ്രഡ് മാർഷൽ, ആദം സ്മിത്ത്, ലയണൽ റോബിൻസ്, ഇങ്ങനെ എല്ലാവരെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നല്ലൊരു ചാപ്റ്റർ ആണ്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ്, എക്കണോമിക്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കയറി വരുന്ന ഒരു ചാപ്റ്റർ ആണ്. LGS ലെവലിലൊക്കെ നന്നായിട്ട് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു വെക്കണേ. കാര്യം നല്ല രീതിക്ക് കയറി ക്വസ്റ്റ്യൻ ചോദിക്കും. ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കയറി ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. മാച്ച് ദ ഫോളോയിങ്, ഈ ഒരു ബോക്സിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മാച്ച് ദ ഫോളോയിങ് ഒക്കെ നന്നായിട്ട് കയറി ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.